ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ നമ്മുടെ കാട്ടത്തെ കിളിക്കൂടിൽ സുനന്ദൻ്റെ കല്യാണം കഴിഞ്ഞു പിറ്റേ ദിവസമാണ് കേട്ടോ. പ്രതീക്ഷിക്കാതെ അവൾ വീണ്ടും ആ അടുക്കളവാതിലൂടെ സുഭാഷ് ചേട്ടനെ കാണാനായിട്ട് വരികയാണ്. ഇനി ഒരിക്കലും ഈ ഒരു സന്ദർഭം ഉണ്ടാവില്ലെന്ന് സുഭാഷ് ചേട്ടൻ തലേ ദിവസം രാത്രി കണ്ണീരോട് കൂടി ഓർത്തത് നമുക്ക് ഓർമ്മയുണ്ടല്ലോ. പക്ഷെ അതെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് സുനന്ദ വീണ്ടും വന്നിരിക്കുകയാണ്. അവളെ കണ്ടപ്പോൾ സുഭാഷ് ചേട്ടൻ പെട്ടെന്ന് പഴയതിലേക്ക് ഓർമ്മ പോകുന്നുണ്ട്, കൂടെ തന്നെ ഞെട്ടുന്നുണ്ട് കേട്ടോ. അവളാണെങ്കിൽ അതീവ ഹൃദയവേദനയോട് കൂടിയാണ് തൻ്റെ പ്രിയതമനെ കാണാനായിട്ട് വീണ്ടും വരുന്നത്. വന്നപ്പോൾ തന്നെ അവൾ സുഭാഷ് ചേട്ടാന്നൊരു വിളി വിളിക്കുകയാണ് കേട്ടോ. ആ ഒരു വിളിയിൽ സുഭാഷ് അലിഞ്ഞു പോവാണ്. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അവൾ ഇന്ന് വേറൊരാൾക്ക് സ്വന്തമാണ്, എല്ലാം അറിയാം. എങ്കിലും ഉള്ളിലെവിടെയോ ഒരു നീറ്റിൽ കത്തി ആളിയും കൊണ്ടിരിക്കുകയാണ്. താലിയും സിന്ദൂരൊക്കെ അണിഞ്ഞ് നിൽക്കുമ്പോൾ സുഭാഷ് ചേട്ടന് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അങ്ങനെ സുനന്ദ പറയുന്നുണ്ട്, സുഭാഷ് ചേട്ടാ, ഞാൻ ഇങ്ങോട്ട് വന്നത് പേടിക്കണ്ട, ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അശ്വിനോട് പറഞ്ഞ് സമ്മതം മേടിച്ചിട്ടാണ് ഞാൻ വന്നത്. ഇനി എനിക്കിങ്ങനെ വരാൻ പറ്റില്ലല്ലോ. നാളെ കഴിഞ്ഞ് ഞങ്ങൾ പോകും, പിന്നെ ഞാൻ എപ്പോഴാണ് അങ്ങോട്ട് വരാം. അത് കേട്ടപ്പോൾ സുഭാഷ് ചേട്ടൻ ആകെ ടെൻഷൻ ആവുന്നുണ്ട് കേട്ടോ. അങ്ങനെ കണ്ണൊക്കെ നിറയുന്നുണ്ട്. സുനന്ദയ്ക്കും അവളും ഭയങ്കര സങ്കടത്തോടു കൂടിയാണ് ആ കാര്യം പറയുന്നത്. അപ്പോഴാണ് നികേഷ് ക്ലാസ് കഴിഞ്ഞ് വരുന്നത് കേട്ടോ. അപ്പം കിച്ചണിൽ സംസാരം കേട്ട് നോക്കുമ്പോഴാണ് സുനന്ദനെ കാണുന്നത്. സുനന്ദനെ കണ്ടതും അവന് ഭയങ്കര ദേഷ്യവും എന്തൊക്കെയോ ഒരവസ്ഥ വരികയാണ്. കാരണം തലേ ദിവസം ഒരു പ്രശ്നം കഴിഞ്ഞതല്ലേ ഉള്ളൂ. പിന്നെ സുനന്ദേച്ചി എന്തിനാ അങ്ങോട്ട് വന്നത്? സുഭാഷ് ചേട്ടൻ്റെ മനസ്സാകെ മാറുമോ അല്ലെങ്കിൽ സങ്കടമാവോ എന്നൊക്കെ ഓർത്തിട്ട് അവൻ പെട്ടെന്ന് സുധീഷിനെ വിളിക്കുകയാണ് കേട്ടോ. സുധീഷിന് ദേഷ്യം വരുന്നുണ്ട്. അവളുടെ കല്യാണം കഴിഞ്ഞതല്ലേ, അവൾക്ക് ബോധമല്ലേ പിന്നെ അങ്ങോട്ട് വരാൻ? ഇനി പതറിഞ്ഞ അമ്മായിയും ആ ധനശേഖരനും കൂടെ വന്ന് പ്രശ്നം ഉണ്ടാക്കും. എന്തിൻ്റെ ആവശ്യം എന്നൊക്കെ സുധീഷും തിരിച്ച് പറയുന്നുണ്ട്. അപ്പോൾ നികേഷും പറയുന്നുണ്ട്, അതന്നെ ഏട്ടാ, എനിക്കറിയില്ല, അവർ രണ്ടുപേരും സംസാരിക്കുന്നുണ്ട്, സുനന്ദേച്ചി കരയുന്നൊക്കെ ഉണ്ടെന്ന്. ഇതെല്ലാം കേട്ട് നിന്ന നിധി പറയുന്നുണ്ട്, എന്തിനാ സുധീഷ് അങ്ങനെയൊക്കെ പറയുന്നത്? വെറുതെ കാര്യം അറിയാതെ എടുത്ത് ചാടരുത്. ഒരു പക്ഷെ അവൾ യാത്ര ചോദിക്കാൻ വന്നതാണെങ്കിലോ? പക്ഷെ സുധീഷിനതൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല കേട്ടോ. അവന് നല്ല ദേഷ്യമാണ് വരുന്നത്. അപ്പോൾ നിധി പറയുന്നുണ്ട്, പെൺകുട്ടികളെ മനസ്സ് നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ്. അവൾ പ്രശ്നം ഉണ്ടാക്കാൻ വന്നതായിരിക്കില്ല, അവൾ യാത്ര ചോദിക്കാൻ വന്നതായിരിക്കും. കാരണം അങ്ങനെ കഴിഞ്ഞതല്ലേ. പിന്നീട് വീണ്ടും സുനന്ദനെ സുഭാഷിനെ കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട്, മോൾ എന്തായാലും നല്ല സുഖമായിട്ട് ജീവിക്കണം, അതെനിക്ക് കാണണം. ഇനിയിപ്പോൾ ദുബായിലൊക്കെ പോവാലോ, അപ്പോൾ ബുർജ് ഖലീഫയൊക്കെ കാണാം അല്ലേ എന്നൊക്കെ പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഞാൻ ഒരുപാട് ഫൈറ്റ് ചെയ്ത് നോക്കി സുഭാഷ് ഏട്ടാ, പക്ഷേ എനിക്ക് നേടാൻ പറ്റിയില്ല. എങ്കിലും എനിക്ക് ജീവിച്ചല്ലേ പറ്റൂ. പക്ഷേ എന്നും ഈ അടുക്കളയും എല്ലാം ഞാൻ ഓർക്കും. ഇത് നല്ലൊരു ഏടായിട്ട് എൻ്റെ മനസ്സിൽ മരിക്കുവോളുണ്ടായിരിക്കും. ഇനി എനിക്കിതുപോലെ പമ്മി പാത്തും പതുങ്ങിയൊന്നും വരാൻ പറ്റില്ലല്ലോ സുഭാഷ് ഏട്ടാ. അത് ഓർക്കുമ്പോൾ എനിക്ക് നല്ല വിഷമമുണ്ട്. സുഭാഷ് ഏട്ടാ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ? അപ്പോൾ സുഭാഷ്, നീ പറ. സുഭാഷ് ഏട്ടൻ ഒരു കല്യാണം കഴിക്കണം. എനിക്ക് സുഭാഷ് ഏട്ടൻ ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന കാണണം. നല്ലൊരു കുട്ടീനെ തന്നെ സുഭാഷ് ഏട്ടന് കിട്ടും എന്നൊക്കെ അവൾ പറയാണ് കേട്ടോ. അതൊക്കെ കേൾക്കുമ്പോൾ സുഭാഷ് ഏട്ടൻ്റെ കണ്ണ് ഒഴുകുന്നുണ്ട്. എന്നിട്ട് അവൾ പറയുന്നുണ്ട്, എനിക്കും ആ ഭാഗ്യം ഉണ്ടായില്ല. സുഭാഷ് ഏട്ടനെ കിട്ടുന്ന കുട്ടിക്ക് എന്തായാലും നല്ല ഭാഗ്യമായിരിക്കും. അത് കേട്ടപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, ഏയ് അതൊക്കെ വിട്, അതൊക്കെ കഴിഞ്ഞില്ലേ, ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ ആലോചിക്കാം. എല്ലാം വരുന്ന പോലെ ആവട്ടെ. എന്തായാലും നീ തിരിച്ച് ചെല്ലാൻ നോക്ക്. ഇനിയിപ്പോൾ നേരം വൈകി കഴിഞ്ഞാൽ അമ്മായിയും അമ്മാവനൊക്കെ നിന്നെ തിരയും. അപ്പോൾ അവരിങ്ങോട്ട് തിരഞ്ഞു വരും, പിന്നെ അത് വലിയ പ്രശ്നമാകും. നീ എന്തായാലും പോകാൻ നോക്ക്. അങ്ങനെ പോകാൻ നേരത്തെ അവൾ വീണ്ടും പറയുന്നുണ്ട്, എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. പക്ഷേ സുഭാഷ് ഏട്ടൻ അത് എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല. തെറ്റാണെങ്കിൽ എന്നോട് പൊറുക്കണം. അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, നീ ചോദിക്ക് എന്താണ്. അപ്പോൾ അവൾ പറയാണ്, ഞാനും അശ്വിനെ കൂട്ടി ഇങ്ങോട്ട് വന്നോട്ടെ. അത് കേട്ടപ്പോൾ സുഭാഷ് ഷോക്കാവുന്നുണ്ട് കേട്ടോ. കാരണം സുഭാഷിന് ഒരിക്കലും അവർ രണ്ടുപേരും ഒരുമിച്ച് കാണാൻ കഴിയില്ലല്ലോ. അവരൊരുമിച്ച് കണ്ടതിൻ്റെ പേരിലല്ലേ നേരത്തെ ഒരുപാട് കരഞ്ഞു കൂട്ടിയത്. പക്ഷെ അവളോട് എതിർത്ത് പറയാനും വയ്യല്ലോ. അവൾക്കായിട്ട് ഇനി അവസാനമായിട്ട് ഈ ഒരു കാര്യമില്ലേ സാധിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അവളുടെ ഇഷ്ടമോ സാധിച്ചു കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതെങ്കിലും സാധിച്ചു കൊടുക്കാമെന്ന് സുഭാഷ് ഏട്ടനും വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അവൾ പറയാണ്, ഞങ്ങൾ വരട്ടെ. അപ്പോൾ സുഭാഷ് ചോദിക്കുന്നുണ്ട്, അവർ പ്രശ്നം ഉണ്ടാക്കില്ലേ? ഇല്ല സുഭാഷ് ഏട്ടാ, ഞാനും എൻ്റെ ഭർത്താവും കൂടെ തീരുമാനിക്കുന്ന കാര്യത്തിൽ അവരെന്ത് അഭിപ്രായം പറയാനാ? ഇനി അവർക്ക് അഭിപ്രായം പറയാനില്ലല്ലോ. അശ്വിനെ എല്ലാവരും ഒന്ന് കാണട്ടെ. ഞാൻ അശ്വിനോട് ഇങ്ങോട്ട് വരുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്, സമ്മതം ചോദിച്ചിട്ടുമുണ്ട്. അശ്വിന് പ്രശ്നമൊന്നുമില്ല. അത് കേട്ടപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് പോരെ. അപ്പോൾ അവൾ പറയുന്നുണ്ട്, എപ്പോഴാണ് വരേണ്ടത്? വൈകുന്നേരം പോരൂ, രാത്രിത്തെ ഭക്ഷണം ഇവിടുന്ന് ആവാം. നീ എന്തായാലും ഇവിടുന്ന് പോവല്ലേ, അപ്പം ഇവിടുത്തെ ഭക്ഷണം കഴിച്ചിട്ട് പോവാലോ എന്നൊക്കെ പറയാണ്. എങ്കിൽ ഞാൻ വരട്ടെ സുഭാഷ് ഏട്ടാ. നീ ചെല്ലു മോളെ എന്നൊക്കെ സുഭാഷും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവൾ പോകുമ്പോൾ വീണ്ടും ആ വാതിലിക്കൽ നിന്ന് അവൾ തിരിഞ്ഞു നോക്കുകയാണ്. അത്രയും ഹൃദയവേദനയോട് കൂടി. ഇനി ഈ പടി എങ്ങനെ ചവിട്ടും, ഈ വഴി ഇനി ഞാൻ വരില്ലല്ലോ എന്നൊക്കെയാണ് അവൾ ഓർക്കുന്നത്. സുഭാഷും അങ്ങനെ തന്നെ. അങ്ങനെ സുനന്ദ പോയതും പെട്ടെന്നാണ് അരീഷ് വീട്ടിലേക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ പുറത്ത് നികേഷ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഈ കാര്യം പറയാനായിട്ട് സുധീഷിനെ വിളിച്ചപ്പോൾ തന്നെ അരീഷിനെയും നികേഷ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവനും ഈ സമയത്ത് വന്നത്. അപ്പോഴേക്കും നിധിയും സുധീഷും എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നികേഷ് അവരോട് കാര്യങ്ങളെല്ലാം പറയാണ്.
അങ്ങനെ അവൻ പറയുന്നുണ്ട്, ഞാൻ കുറേ ട്രൈ ചെയ്ത് നോക്കി എന്താ പറയുന്നതെന്ന്, പക്ഷെ ഒന്നും കേൾക്കാൻ പറ്റിയില്ല. പിന്നെ അകത്തേക്ക് പോകണം പുറത്തേക്ക് പോകണം എന്നുള്ള കൺഫ്യൂഷനിൽ ഇവിടെ നിന്നു. അപ്പോൾ നിധി പറയുന്നുണ്ട്, അതിനെന്താ പ്രശ്നം, സുനന്ദ വന്നെങ്കിൽ ഇപ്പം എന്താ പ്രശ്നം. അത് കേട്ടപ്പോൾ സുധീഷും അരീഷൊക്കെ പറയുന്നുണ്ട്, പ്രശ്നം തന്നെയല്ലേ, അവളുടെ കല്യാണം കഴിഞ്ഞിട്ട് അവൾ ആരും അറിയാതെ വരികയാണെങ്കിൽ അതൊരു പ്രശ്നമല്ലേ. അപ്പോൾ നിധി പറയുന്നുണ്ട്, ഓ നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഇങ്ങനെയായിരിക്കും, അവൾ കല്യാണം കഴിഞ്ഞിട്ടും സുഭാഷേട്ടനായിട്ട് രഹസ്യബന്ധം തുടരുന്നു അതല്ലേ. അത് കേട്ടപ്പോൾ അവർ അതന്നെ, പിന്നെന്തിനാ അപ്പോൾ അവൾ ഇങ്ങോട്ട് വരുന്നത്, എല്ലാം പറഞ്ഞ് അവസാനിച്ച കാര്യമില്ലേ. അപ്പോൾ നിധി പറയുന്നുണ്ട്, നിങ്ങളൊക്കെ എന്തിനാ എങ്ങനെ ചിന്തിക്കുന്നത്, അതിന് വേറൊരു അർത്ഥം കൂടെ ഉണ്ട്. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കേ, അവൾ ഇത്രയും കാലം സ്നേഹിച്ച ആളാണ് സുഭാഷേട്ടൻ. അപ്പം സുഭാഷേട്ടനോട് ലാസ്റ്റായിട്ട് യാത്ര പറയാൻ വന്നതായിക്കൂടെ, നിങ്ങൾ കാണാത്ത കാര്യങ്ങൾ ജഡ്ജ് ചെയ്യരുത്. അത് കേട്ടപ്പം അവർ തല താത്തുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവൾ പറയുന്നുണ്ട്, നമുക്കൊന്നും അറിയില്ലല്ലോ എന്താ അവിടെ നടന്നതെന്ന്, അപ്പോൾ നമുക്ക് ചോദിക്കാം. അപ്പോഴേക്ക് സുഭാഷ് അവരെ കണ്ടിട്ട് അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഇതെന്താ എല്ലാവരും കൂടെ ഇവിടെ നിന്ന് സംസാരിക്കുന്നത്, അല്ല നീ ഇപ്പോൾ വന്നു നികേഷ്. അപ്പോൾ നികേഷ് പറയുന്നുണ്ട്, ഞാൻ വന്നു, പക്ഷേ ഏട്ടനതൊന്നും കണ്ടില്ലല്ലോ, കാണാൻ നേരമില്ലല്ലോ എന്ന് അവനാക്കി പറയുന്നുണ്ട്. അപ്പോൾ സുഭാഷ് ഏട്ടൻ എന്ത് എന്ന് ചോദിച്ചിട്ട് പിന്നെ നിധിനെ ശ്രദ്ധിക്കുകയാണ് കേട്ടോ. എന്നിട്ട് അവളോട് പെട്ടെന്ന് ഓർമ്മ വന്ന പോലെ ചോദിക്കുന്നുണ്ട്, അല്ല ഇൻ്റർവ്യൂ എന്തായി. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഈ റൗണ്ട് കഴിഞ്ഞു സുഭാഷ് ഏട്ടാ, അതിൽ സെലക്ട് ആയി, ഇനി ഒരു HR റൗണ്ട് ഉണ്ട്, പക്ഷെ അത് കാര്യമാക്കണ്ട, എനിക്ക് ജോലി എന്തായാലും കിട്ടുന്ന ഉറപ്പാണ്. അത് കേട്ടപ്പോൾ സുഭാഷിന് ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട്. എന്നിട്ട് സുഭാഷ് പറയുന്നുണ്ട്, ഇതെൻ്റെ പ്രാർത്ഥനയുടെ ഫലം അല്ലേ മോളെ. അപ്പോൾ സുധീഷ് പിന്നേന്ന് പറയുമ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, അല്ലേ മോളെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടല്ലേ. അതെ അതെ, സുഭാഷ് ഏട്ടൻ്റെ പ്രാർത്ഥന കൊണ്ട് തന്നെയാണെന്ന് അവളും പറയാൻ കേട്ടോ. അങ്ങനെ അവർ ചിരിക്കുകയാണ്. എന്നിട്ട് സുഭാഷ് അവരകത്തേക്ക് കൂട്ടി കൊണ്ടുപോകാണ് കേട്ടോ. അപ്പോൾ അവർ ചോദിക്കുകയാണ്, അതായത് നികേഷ് ചോദിക്കുന്നുണ്ട്, അല്ല സുഭാഷ് ഏട്ടാ ഇങ്ങോട്ട് ആരാ വന്നത്. അപ്പോൾ സുധീഷും വിടാതെ പിടിക്കുന്നുണ്ട്, ആരോ വന്നല്ലോ. അപ്പോൾ സുഭാഷ്, ആരാ, സുനന്ദ വന്നായിരുന്നു. അല്ല സുനന്ദ എന്തിനാ അങ്ങോട്ട് വന്നത്, അവളെല്ലാം അവസാനിപ്പിച്ച് പോയതല്ലേ, നമ്മൾ പറഞ്ഞയച്ചതല്ലേ. എടാ അതിനവൾ അങ്ങനെ വന്നതല്ല, പക്ഷേ ഇവർ വിടാൻ തയ്യാറല്ല കേട്ടോ, ഇവരെന്തൊക്കെയോ പറയാണ്. അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, ഞാൻ പറയുന്നൊന്ന് കേക്ക്, അവൾ നാളെ പോവാണ് തിരിച്ച്, അപ്പം എൻ്റെ അടുത്ത് യാത്ര പറയാൻ വേണ്ടി വന്നതാണ്. അതൊക്കെ പോട്ടെ, അവളെന്തിനാ പിൻവാതിൽക്കലൂടെ വന്നത്. എടാ അവൾ അതിലൂടെ അല്ലേ വരാറുള്ളത്, പിന്നെ ഞാൻ എപ്പോഴും കിച്ചണിലായിരിക്കുമല്ലോ, അതിനെന്താ പ്രശ്നം. അവൾ വീട്ടിൽ സമ്മതം ചോദിച്ചിട്ട് തന്നെയാണ് വന്നത്, അവളുടെ ഭർത്താവിനോട് സമ്മതം ചോദിച്ചിട്ടുണ്ട്, പിന്നെ ഇപ്പം എന്താ പ്രശ്നം. എന്നാലും സുഭാഷ് ഏട്ടൻ എന്തിനാ അവളുടെ അടുത്ത് വീണ്ടും ചിരിച്ച് കളിക്കാൻ പോയത്, ഈ സുഭാഷ് ഏട്ടനെ പിടി കിട്ടുന്നില്ല കേട്ടോ എന്നൊക്കെ വീണ്ടും പറയാണ്. അപ്പം സുഭാഷിന് ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, എന്ത് വൃത്തികെട്ട മനസ്സാടാ നിങ്ങൾക്ക്, ആ കുട്ടി എൻ്റെ അടുത്ത് യാത്ര ചോദിക്കാനല്ലേ വന്നേ, അതിലെന്ത് തെറ്റ്. പിന്നെ അത് മാത്രമല്ല, ഞാൻ അവളെ ഇങ്ങോട്ട് വിരുന്ന് വിളിച്ചിട്ടുണ്ട്, അവളെയും ഭർത്താവിനെയും. അതുകൂടെ കേട്ടപ്പോൾ എല്ലാവരും വൻ ഷോക്കാവുന്നുണ്ട്. ഈ സുഭാഷ് ഏട്ടൻ എന്തിൻ്റെ കേടാണ്, അത്രയും സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടി വേറെ കല്യാണം കഴിച്ചു, ആ വേദന മാറാത്തതിൻ്റെ മുന്നേ അവർ രണ്ടുപേരെയും വീട്ടിലേക്ക് ക്ഷണിച്ചിരിക്കുന്നു, ഇനിയിപ്പോൾ എന്നാ കാണാൻ പറ്റുക. അപ്പോൾ അവൾ യാത്ര ചോദിക്കാൻ വന്നതാണ്, അതിനിപ്പോൾ എന്താ തെറ്റ്, എനിക്ക് തെറ്റായിട്ട് തോന്നുന്നില്ല. സുഭാഷ് ഏട്ടൻ നിങ്ങളെ മനസ്സിലാവുന്നില്ലല്ലോ എന്ന് സുധീഷ് പറയുമ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, അതന്നെ ഞാൻ ഓർക്കുന്നത്, നിങ്ങൾക്ക് എന്താ ഞാൻ പറയുന്ന കാര്യം മനസ്സിലാവാത്തത്, ഇതിലിപ്പോൾ എന്താണ് പ്രശ്നം, നമ്മൾ തമ്മിലൊരു പ്രശ്നമില്ലല്ലോ. ഓക്കെ, ആ കുട്ടി എന്നെ സ്നേഹിച്ചിരുന്നു, എനിക്കും ഇഷ്ടമായിരുന്നു, അവൾ വന്നു, ഞാൻ അവളോട് കല്യാണം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞ് തിരിച്ചയച്ചു, എന്ന് വെച്ച് ജീവിതകാലം മുഴുവൻ അവളെയും അവളുടെ ഭർത്താവിനെയും ഞാൻ വെറുക്കണോ, അതിന് മാത്രം എന്താ പ്രശ്നം. നമ്മൾ ഈ വെറുപ്പുള്ളിലിട്ട് നടക്കുമ്പോഴല്ലേ നമുക്ക് സങ്കടങ്ങളും ടെൻഷനും കുമിഞ്ഞു കൂടുള്ളൂ. നമ്മൾ കാര്യം മനസ്സിലാക്കി പെരുമാറി കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ലല്ലോ. എനിക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, സങ്കടമുണ്ട് ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഞാൻ അതിന്ന് മാറി തുടങ്ങി, പിന്നെന്താ നിങ്ങൾക്ക് പ്രശ്നം. പോട്ടെ, ഞാൻ അവളെ ഇങ്ങോട്ട് വിരുന്നിനും വിളിച്ചിട്ടുണ്ട്, അവളും അവളുടെ ഹസ്ബൻഡിനെയും. അതുകൂടെ കേട്ടപ്പം എല്ലാവരും വൻ ഷോക്കാവാണ് കേട്ടോ. ഈ സുഭാഷ് ഏട്ടൻ എന്താ ഇനിയും പഠിക്കാത്തതെന്നുള്ളൊരു ചിന്തയാണ് അവർക്ക്. അതിലവർ നന്നായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട്, അതൊന്നും പറ്റില്ല, അത് ഞങ്ങൾ സമ്മതിക്കില്ല എന്നൊക്കെ. അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, എടാ കുട്ടിയാണ് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടത്, ഞാനും എൻ്റെ ഭർത്താവും കൂടെ ഇങ്ങോട്ട് വന്നോട്ടേന്ന്. അപ്പം ഞാൻ ഓർത്തു ഓക്കെ വന്നോളൂ, ഇവിടുന്ന് നൈറ്റ് ഫുഡ് കഴിച്ചിട്ട് പോകാലോ എന്നൊക്കെ ഞാനാണ് പറഞ്ഞത്, അതിലെന്തത്ര തെറ്റ്. അത് കേട്ടപ്പോൾ നിധി പറയുന്നുണ്ട്, ശരിയാണ് അവർ വന്നോട്ടെ, ഇനിയിപ്പം ഓക്കെ പറഞ്ഞിട്ട് അവരോട് വരണ്ടാന്ന് വിളിച്ച് പറയുന്നത് ശരിയല്ലല്ലോ, അവർ വന്നോട്ടെ, നമുക്ക് അവരെ സ്വീകരിക്കാം, വേറെ എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക. എന്നിട്ട് സുഭാഷ് പറയുന്നുണ്ട്, ചായ റെഡി ആയിട്ടുണ്ട്, നിങ്ങൾ പോയി ചായ കുടിക്കുക, ഞാൻ മാർക്കറ്റിൽ പോയിട്ട് സാധനങ്ങളൊക്കെ രാത്രിക്കലേക്ക് മേടിച്ചിട്ട് വരാട്ടോ എന്നും പറഞ്ഞിട്ട് സുഭാഷ് ഏട്ടൻ അവിടെ നിന്ന് പോവാണ്. സുഭാഷ് അകത്തേക്ക് സഞ്ചി എടുക്കാൻ വേണ്ടി പോയതും സുധീഷ് പറയുന്നുണ്ട്, ഈ ചേട്ടൻ്റെ സ്വഭാവം മനസ്സിലാവുന്നില്ലല്ലോ. അത് കേട്ടപ്പോൾ നിധി പറയുന്നുണ്ട്, നിങ്ങൾക്ക് മനുഷ്യത്വം ഇല്ലാത്തതുകൊണ്ടാണ് ആ സ്വഭാവം മനസ്സിലാവാത്തത്, ഇതിനിപ്പോൾ എന്താ മനസ്സിലാക്കാൻ. സുഭാഷ് ഏട്ടൻ എത്ര നല്ല രീതിക്കാണ് സുനന്ദയുടെ കാര്യം ഹാൻഡിൽ ചെയ്തത്, അവളോട് എത്ര നല്ല രീതിക്കാണ് സംസാരിച്ചത്, അങ്ങനെയല്ലേ വേണ്ടത്. എന്തിനാ വെറുതെ ഓരോ പ്രശ്നങ്ങൾ മനസ്സ് കൊണ്ട് നടക്കുന്നത്. നികേഷെ, നീ സുഭാഷ് ഏട്ടൻ്റെ ഈ ക്വാളിറ്റി മനസ്സിലാക്കിക്കോ, നമ്മൾ കൈക്കലാക്കുന്നതിലല്ല സ്നേഹിക്കുന്നത്, ചില സമയത്ത് നമ്മൾ വിട്ടു കൊടുക്കുന്നതിലും സ്നേഹം ഉണ്ടായിരിക്കും,
അതാണ് സുഭാഷ് ഏട്ടൻ. എന്ത് നല്ല അടിപൊളിയായിട്ടാണ് സുഭാഷ് ഏട്ടൻ ഓരോ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യുന്നത്. അത് നീ കണ്ടു പഠിക്കണം. അല്ലാതെ കാള പറ്റുമെന്ന് കേൾക്കുമ്പോൾ കയറെടുത്ത് ഓടുന്ന ഈ ചേട്ടന്മാരുടെ സ്വഭാവം ഒന്നും നീ പഠിച്ചേക്കല്ലേ. അത് കേട്ടപ്പോൾ അരീഷും സുധീഷും ചമ്മുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പരസ്പരം നിന്നെന്നൊക്കെ അവരിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ സുഭാഷ് ഏട്ടൻ മാർക്കറ്റിലേക്ക് പോവാണ് കേട്ടോ. അത് നോക്കിയിട്ട് നികേഷ് പറയുന്നത്, ശരിയാ എടുത്തി, സുഭാഷ് ഏട്ടനെ മനസ്സിലാക്കാൻ നമ്മുടെ ബുദ്ധി പോരാ. അങ്ങനെ അവർ സുഭാഷ് പോകുന്നത് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കണ്ട. ഓക്കെ ബൈ, താങ്ക് യു.